ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 35-ാമത്തെ ആയത്ത്. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. നാം പറയുകയും ചെയ്തു, ആദമേ, നീ ഈ തോട്ടത്തിൽ പാർത്തുകൊള്ളുക, നീയും നിന്റെ ഇണയും രണ്ടുപേരും യഥേഷ്ടം സുഭിക്ഷമായി തിന്നുകയും ചെയ്യുക. ഈ മരത്തെ നിങ്ങൾ സമീപിക്കുകയുമരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇരുവരും അതിക്രമികളിൽ ഉൾപ്പെടുന്നതാണ്. وقلنا يا آدم اسكن أنت وزوجك الجنة يا آدم. ഇവിടെ നമുക്ക് 4-5 ഹർക്കത്തിന്റെ അളവിൽ നീട്ടാവുന്നതാണ്. അന്ത എന്നാണ് പറയുന്നത്, അന്ത എന്നല്ല. നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. വസൗജുകൽ ജന്ന, ജന്ന നൂനിന് ഷദ്ദ് വന്നതുകൊണ്ട് ഉന്നത്ത് ചെയ്ത് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. വകുല മിൻഹ റഗദൻ ഹൈതു ശിഅ്തുമാ. മിൻഹ റഗദൻ, ഈ സ്ഥലങ്ങളിലെല്ലാം നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ വ്യക്തമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇതിന് ഇൽഹാർ എന്ന് പറയും. പ്രകടമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. വലാ തഖ്റബ ഹാദിഹി ശജറ. തഖ്റബ എന്ന് മുഴങ്ങി കേൾക്കണം. ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമിന്റെയും ഇണയുടെയും സൃഷ്ടിക്ക് ശേഷമുള്ള അള്ളാഹുവിന്റെ ആദ്യ കൽപ്പനയാണ് ഈ വചനത്തിലുള്ളത്. ആദമിനോടും ഇണയോടും കൂടിയാണ് കൽപ്പന. ആദമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കൽപ്പനയിൽ നീ പാർക്കുക, നീയും നിന്റെ ഇണയും എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന കാര്യം ശ്രദ്ധേയമാണ്. ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദം ഹവ്വ കഥനത്തിൽ നിന്ന് തുടക്കം മുതലേ ഖുർആൻ വിവരണം വ്യത്യസ്തമാകുന്നതാണ് ഇവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ തോട്ടത്തിൽ പാർക്കുവാനുള്ള കൽപ്പന ആദാമിനോട് മാത്രമാണ്. കൽപ്പനയ്ക്ക് ശേഷം അവൻ തോട്ടത്തിൽ പാർക്കുന്നതിനിടയിലാണ് അവന്റെ ശരീരത്തിൽ നിന്ന് വാരിയെല്ല് ഊരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2:16 മുതൽ 26 വരെ. ആദാമിന്റെ ഇണയെന്ന നിലയ്ക്ക് മാത്രമാണ് അവിടെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന കൽപ്പന ഹവ്വയ്ക്ക് ബാധകമാവുന്നത്. 2:16 മുതൽ 17 വരെ. ഖുർആനിൽ അങ്ങനെയല്ല. ഇണയെക്കൂടി സൃഷ്ടിച്ച ശേഷമാണ് കൽപ്പന. അത് രണ്ടുപേരോടും കൂടിയാണ്. സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ ബാധിക്കുന്നതാണത്. വിധിവിലക്കുകളുടെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരും അവ പാലിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരുമാണെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് അവർക്കുള്ള ഖുർആനിലെ 1-ാമത്തെ കൽപ്പന തന്നെ. സ്ത്രീ പുരുഷന് വേണ്ടിയോ പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയോ അല്ല, രണ്ടുപേരും അവരവർക്ക് വേണ്ടിയാണ് ദൈവിക വിധിവിലക്കുകൾ അനുസരിക്കുന്നതെന്ന സന്ദേശം. നീ പാർക്കുക, നീയും നിന്റെ ഇണയും എന്നാണ് ദൈവകൽപ്പന. സ്ത്രീ പുരുഷ പാരസ്പര്യത്തിന്റെ പ്രഥമ നിർദ്ദേശമാണിത്. പാർക്കാനുള്ള 1-ാമത്തെ കൽപ്പന ആദമിനോടാണ്. ഇണ ജീവിതത്തിലെ അവന്റെ അധിക ഉത്തരവാദിത്തത്തെ ദ്യോതിപ്പിക്കുന്നതാണിത്. സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് പുരുഷന്മാർ, 4-ാം അധ്യായം 34-ാം വചനം എന്ന ദൈവിക നിർദ്ദേശം ആദി മാതാപിതാക്കൾക്കുള്ള പ്രാഥമിക കൽപ്പന മുതൽ നിലനിന്നിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഈ ഉത്തരവാദിത്തം പക്ഷേ ദൈവിക നിയമങ്ങൾ അനുസരിക്കുവാനുള്ള സ്ത്രീയുടെ ബാധ്യതയെ ബാധിക്കുന്നില്ല. തോട്ടത്തിൽ പാർക്കുവാനുള്ള വിധിയും വിലക്കപ്പെട്ട കനി കഴിക്കരുതെന്നുള്ള വിലക്കും രണ്ടുപേരോടുമാണ്. വിധിയും വിലക്കുകളുടെയും കാര്യത്തിൽ രണ്ടുപേരും സ്വതന്ത്രരാണ്. ഒരാൾ അനുസരിച്ചതിൻ്റെ നന്മയോ അനുസരിക്കാത്തതിൻ്റെ തിന്മയോ മറ്റേയാളെ ബാധിക്കുന്നില്ല. ഇഹത്തിലെ പെണ്ണിന്റെ കൈകാര്യകർത്തൃത്വം പുരുഷനോ, പരത്തിലെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. ആൺ പെൺ ഇണകളോടുള്ള പ്രാഥമിക കൽപ്പനയെക്കുറിച്ച ഖുർആനികാവിഷ്കാരത്തിന്റെ വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിയുന്ന ആശയമാണിത്. ഈ തോട്ടത്തിൽ പാർത്തുകൊള്ളുക ഇസ്കുൻ അൽ ജന്നയാണ്, ഇസ്കുൻ ഫിൽ ജന്നയല്ല.
ഫിൽജന്നയായിരുന്നെങ്കിൽ തോട്ടത്തിൽ നിശ്ചിതമായ സ്ഥലത്ത് താമസിക്കുവാനുള്ള നിർദ്ദേശമാണതെന്ന ധ്വനിയുണ്ടാകുമായിരുന്നു. ഇസ്കുൻ അൽ ജന്ന എന്ന പ്രയോഗം തോട്ടം മുഴുവനായും ആദിമാതാപിതാക്കൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന സന്ദേശം നൽകുന്നു. ഏതാണ് ഈ തോട്ടം? മറയ്ക്കുക എന്നർത്ഥം വരുന്ന ജന്നിൽ നിന്നാണ് ജന്നത്ത് നിഷ്പന്നമായിരിക്കുന്നത്. വൃക്ഷങ്ങളാൽ നിബിഡമായ തോട്ടം നിലം മറയ്ക്കുമെന്നതിനാൽ അതിന് ജന്നത്ത് എന്ന് പറയും. ഖുർആനിൽ സാധാരണ തോട്ടങ്ങളെക്കുറിച്ച് ജന്നത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. 18-ാം അധ്യായം 39-40 വചനങ്ങൾ, 34-ാം അധ്യായം 15-ാം വചനം. എന്നാൽ ജന്നത്ത് എന്നും ബഹുവചനമായ ജന്നാത്ത് എന്നുമായി ആകെയുള്ള 147 പ്രയോഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും മരണാനന്തരം ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ളതാണ്. മരണാനന്തരം സന്മാർഗനിഷ്ഠർക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗം തന്നെയാണോ ആദമിനെ പാർപ്പിച്ച തോട്ടം? കേവലം ഒരു തോട്ടം അഥവാ ജന്ന എന്നല്ല, പ്രത്യേകമായ തോട്ടം അഥവാ അൽ ജന്ന എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അൽ ജന്ന എന്ന പ്രയോഗവും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് പുറത്തു പോകാനുള്ള ദൈവിക കൽപ്പനയും ഹദീസുകളിലെ പരാമർശങ്ങളുമെല്ലാം ആകാശലോകത്തെ സ്വർഗം തന്നെയാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കി തരുന്നത്. തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഭൂമിയിലേക്ക് പോകാനാണ് അള്ളാഹു അവരോട് പറഞ്ഞത് എന്ന അടുത്ത വചനത്തിലെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തോട്ടം ഭൂമിയിലല്ല എന്ന് തന്നെയാണ്. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. ഉൽപ്പത്തി പുസ്തകം 2:8 എന്ന ബൈബിൾ പരാമർശം ഭൂമിയിൽ തന്നെയുള്ള ഒരു തോട്ടമാണ് അവർക്ക് പാർക്കാനായി നൽകിയത് എന്ന ധാരണയാണ് ഉണ്ടാക്കുന്നത്. തൽമൂദിലും മിദ്രാഷിലുമുള്ള വിവരണങ്ങൾ ഭൂമിയിലും ആകാശത്തിലും ഓരോ ഏദൻ തോട്ടങ്ങളുണ്ടെന്നും ഭൂമിയിലെ തോട്ടത്തിലാണ് ആദാമിനെയും ഹവ്വയെയും പാർപ്പിച്ചതെന്നും മരണാനന്തരം നല്ലവരുടെ ആത്മാക്കൾ പോകുന്നത് ആകാശത്തിലെ ഏദൻ തോട്ടത്തിലായിരിക്കുമെന്നുമാണ് എൻസൈക്ലോപീഡിയ ജൂദായിക്ക പറയുന്നത്. ഈ ജൂത വീക്ഷണത്തിന്റെ സ്വാധീനത്താലായിരിക്കാം ചില പണ്ഡിതന്മാർ ഭൂമിയിലെ സവിശേഷമായ ഒരു തോട്ടത്തിലാണ് ആദാമിനെയും ഹവ്വയെയും പാർപ്പിച്ചതെന്ന് പറഞ്ഞത്. ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത് എന്നതാണ് മനുഷ്യ മാതാപിതാക്കളോടുള്ള ആദ്യത്തെ വിലക്ക്. ഈ വിലക്കിനെ ദൈവത്തിന്റെ ഭയവുമായി ബന്ധപ്പെടുത്തുന്ന ബൈബിൾ കഥനവുമായും ഖുർആൻ കൃത്യമായ വൈരുദ്ധ്യം പുലർത്തുന്നു. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 2:17 എന്നാണ് ബൈബിൾ പ്രകാരമുള്ള ദൈവകൽപ്പന. വിലക്കപ്പെട്ട കനി ആദവും ഹവ്വയും തിന്നതായി അറിഞ്ഞപ്പോഴുള്ള ദൈവത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെയായി തീർന്നിരിക്കുന്നു. ഇപ്പോഴവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നു, എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. 3:22-24 വരെ. ഖുർആനിലെ വിവരണങ്ങളിൽ എവിടെയും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവും സ്വർഗീയ ഫലവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നില്ല. നന്മ തിന്മകൾ വ്യവച്ഛേദിക്കുവാനുള്ള കഴിവ് സൃഷ്ടിയിൽ തന്നെ അള്ളാഹു മനുഷ്യന് നൽകിയതാണെന്ന് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് അള്ളാഹുവും മലക്കുകളും തമ്മിൽ നടന്ന സംഭാഷണം വ്യക്തമാക്കുന്നുണ്ട്. ജീവന്റെ ഫലം കൂടി ഭക്ഷിക്കാൻ ഇടവരാതിരിക്കുവാൻ കെരൂബുകളെ നിർത്തുന്ന കഥയും ഖുർആനിലില്ല. ദൈവം മനുഷ്യരെ ഭയക്കുന്നുവെന്ന രൂപത്തിൽ അവന്റെ മഹത്വത്തെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾക്കൊന്നും യാതൊരു പഴുതും ഖുർആനിലെ വിവരണത്തിലില്ല. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് എന്ന ഉൽപ്പത്തി പുസ്തകം 2:16-17 ഉദ്ധരിക്കുന്ന ദൈവകൽപ്പനയിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത് എന്ന ഖുർആൻ ഉദ്ധരിക്കുന്ന കൽപ്പന. ബൈബിൾ കൽപ്പനയിൽ തെറ്റ് ചെയ്യാതിരിക്കുവാനാണ് നിർദ്ദേശം. ഖുർആൻ കൽപ്പനയിലാകട്ടെ തെറ്റിനടുത്തേക്ക് പോകരുത് എന്നാണ് നിർദ്ദേശിക്കുന്നത്. തിന്മകളോടുള്ള പൊതുവായ ഖുർആനിന്റെ സമീപനമാണ് ഈ ആദ്യ കൽപ്പനയിൽ തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. തിന്മകളിലെത്തുന്ന മാർഗങ്ങളിൽ പോലും പ്രവേശിക്കരുതെന്നാണ് ഖുർആനിക നിഷ്കർഷ. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നാണ്, വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ കൽപ്പിക്കുന്നത്. 17-ാം അധ്യായം 32-ാം വചനം.
അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരൊന്നും തന്നെ മദ്യം വിളമ്പുന്ന മേശക്കരികിൽ ഇരിക്കരുത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹിഹായ സനദോടെ തിർമിദി നിവേദനം ചെയ്തത് എന്ന നബി നിർദ്ദേശവും തിന്മകൾ നടക്കുന്നിടത്തെ സാമീപ്യം പോലും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ്. തിന്മകളെ വെറുക്കുന്നത് പോലെ തിന്മയുണ്ടാക്കുന്ന സാഹചര്യങ്ങളെയും വെറുക്കണമെന്നും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പോലും മാറി നിൽക്കണമെന്നുമുള്ള ഇസ്ലാമിക പാഠം ആദ്യ മാതാപിതാക്കളോടുള്ള ആദ്യത്തെ വിലക്കിൽ തന്നെ പ്രതിഫലിക്കുന്നതാണ് ഈ ഖുർആനിക വിവരണത്തിൽ നാം കാണുന്നത്. ഇരുട്ട്, അതിക്രമം, അനീതി എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന വാ, ലാം, മീം അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ വാലിം എന്ന പദത്തെയാണ് അതിക്രമി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. വാലിം, അതിന്റെ ബഹുവചനമായ വാലിമീൻ എന്നിവ 129 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ചൂഷണം, പീഡനം, അടിച്ചമർത്തൽ എന്നിവ ഉൾക്കൊള്ളുന്ന ഇരുട്ടിനും അക്രമത്തിനും അനീതിക്കും ളുൽമ് എന്ന് പറയും. ളുൽമ് എന്ന് 20 തവണയും അതിന്റെ ബഹുവചനമായ ളുലുമാത്ത് എന്ന് 23 തവണയും ഖുർആനിലുണ്ട്. ളുൽമ് ചെയ്യുന്നവനാണ് വാലിം. മറ്റുള്ളവരുടെ അവകാശങ്ങൾ അനുവദിക്കാത്തവൻ വാലിമാവുന്നത് പോലെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവനും വാലിമാണ്. തിന്മ ചെയ്യുന്നവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് സ്വന്തത്തോട് ളുൽമ ചെയ്തവർ എന്നാണ്. 39 അധ്യായം 53 വചനം. ദൈവികമായ വിധിവിലക്കുകൾ പാലിക്കാത്തവർ ചെയ്യുന്നത് സ്വന്തത്തോടുള്ള അനീതിയാണ്, അതിക്രമമാണ്. പടച്ചവന്റെ മാർഗദർശനങ്ങൾ അനുധാവനം ചെയ്യുന്നത് വഴി ഇഹത്തിൽ ലഭിക്കുന്ന ശാന്തിയും സമാധാനവും സ്വന്തത്തിന് നിഷേധിക്കുക എന്ന അക്രമം. നിഷേധം വഴി മരണാനന്തരം ലഭിക്കാൻ പോകുന്ന ദുരിതങ്ങൾക്ക് സ്വന്തത്തെ വിട്ടുകൊടുക്കുക എന്ന അതിക്രമം. 2 രൂപത്തിലും നഷ്ടം സ്വന്തത്തിന് തന്നെ. കനി തിന്നരുത് എന്ന ഒന്നാമത്തെ വിലക്ക് ഉല്ലംഘിക്കപ്പെട്ടാൽ അതുവഴി മനുഷ്യനിലേക്ക് ആദ്യമായി ളുൽമ് കടന്നു വരികയാണ്. അതുവഴി അവർ ഭൂമിയിലെത്തും. വിലക്കുകൾ ലംഘിക്കുവാൻ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ പിന്നീടുണ്ടാവുന്ന മനുഷ്യരിൽ ചിലരും അതിക്രമകാരികളായി തീരും. അവരിൽ ഉൾപ്പെടുകയാണ് വിലക്കപ്പെട്ട കനി തിന്നുക വഴി ആദ്യ മാതാപിതാക്കൾ ചെയ്യുക. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ വിലക്ക് അവസാനിക്കുന്നത്.